ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രയന. എന്ത് പറയുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ ഹാപ്പി ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫുൾ ഡേ ആണ്. ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാണ്. ഇത് വന്നിട്ട് മാമഅർത്തിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പുതിയൊരു ബോട്ടിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, വലിയ ബോട്ടിലില്ലേ, അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആമിക്കുട്ടി വന്നിട്ട് നല്ല ഉറക്കമാണ്, മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാണ് പാവം. നല്ല തണുപ്പും ഉണ്ടല്ലോ. പിന്നെ ഞാൻ കുളിക്കാൻ പോകുന്ന നേരത്ത് ആമിക്കുട്ടീനെ അമ്മയും അച്ഛനൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഓയിലിംഗ് ഡേ ആണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാണ് കേട്ടോ. രാത്രിക്കൽ കുടിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ അത് കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രെയർ ഉണ്ട്. അതിന് ശേഷം കിച്ചണിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഈ ഒരു തലക്കെട്ടുണ്ടല്ലോ, അത് കുറേ നേരം തലയിൽ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നീരിറക്കം വരും കേട്ടോ. എനിക്ക് മൈഗ്രെയിനും സൈനസൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അത് പ്രോബ്ലമാണ്. ഞാൻ മിക്കപ്പോഴും അത് മറന്നു പോകും. അപ്പോൾ ജ്ഞാനപ്പാനിയാണ് വായിക്കുന്നത്. ചെറിയൊരു ബുക്കുണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് വായിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യണം. ആമിക്കുട്ടി ഇതിനിടയ്ക്ക് എഴുന്നേറ്റു കേട്ടോ. ആമിക്കുട്ടി എഴുന്നേറ്റിട്ട് അമ്മയും അച്ഛനും നോക്കുകയാണ്. ഇനി സ്കിൻ കെയർ ചെയ്യാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കറക്റ്റർ അപ്ലൈ ചെയ്യാണ്. വേഗം തന്നെ ഞാനിതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം 2 വീക്സ് ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ശരിക്കുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു 2 മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. കാരണം PR അയച്ചു തന്നതാണ്, PR വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും 2 ആഴ്ചയിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് പറയുന്നതാണ്. പിന്നെ നമ്മുടെ ഓരോ വ്ളോഗിലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമല്ലോ. അതിനുശേഷം ഞാൻ എൻ്റെ അലോവേര ജെൽ അപ്ലൈ ചെയ്യാണ്. കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അത് വന്നിട്ട് മാമഅർത്തിൻ്റെയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല അലോവേര ജെല്ലാണ്. പക്ഷേ ഹെയറിൽ അങ്ങനെ നമുക്ക് ഫ്രിസി ഹെയർ ആണെങ്കിലൊക്കെ അപ്ലൈ ചെയ്യാം. സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. കയ്യിലൊക്കെ ഈ എന്താ പറയുക, അലോവേര ജെല്ലായപ്പോൾ ഇങ്ങനെ വഴുവഴുപ്പ് വന്നു കേട്ടോ. അതുകൊണ്ടാണ് തുണി വെച്ചിട്ട് തുടച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്തത്. അല്ലാതെ ലിപ് ബാമിൻ്റെ മൂടി തുറക്കുന്നുണ്ടായിരുന്നില്ല. ഇനി കുറച്ച് കുറി തൊടാമെന്ന് കരുതി. ഇത് ചന്ദനാണ് കേട്ടോ. ചന്ദനല്ലത്, ചന്ദനം ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാണ്. അത് തൊട്ട് കൊടുക്കാമെന്ന് കരുതി. എനിക്കിങ്ങനെ കുറി തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എന്താണ് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടണം. കഴുകേണ്ട ദിവസമാണ്. അപ്പോൾ കുറച്ചായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അത് കഴുകണം. പിന്നെ നമ്മൾ ഗപ്പി ഫാമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ പതിവ് പോലെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലെ കലാപരിപാടികൾ വന്നിട്ട് കാലത്ത് തന്നെ കാപ്പി വെക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടിക്ക് കുറുക്ക് വെക്കണം. കുറുക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവളെ കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കുമ്പോൾ ഒരു 10:30 ആകും കേട്ടോ. 10:30ക്കാണ് കുളിപ്പിക്കാറ്. പറഞ്ഞോ നിന്റെ കള്ളച്ചോ. വർത്താനം പറഞ്ഞോ. എന്തേ വർത്താനം പറ. അവിടെ കിടന്ന് ഒച്ചും ബഹളം വെക്കണ്ടായില്ല. ചാച്ച കൊടുക്ക്. ചാച്ച കൊടുക്കണേ. ചാച്ച കൊടുത്തേ. ചാച്ച കൊടുത്തേ. ചാച്ചാടാ. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം, അതുപോലെ കുളിപ്പിക്കുന്ന സമയമൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിക്ക് ഞാൻ കാലത്തെ ഒരു 9:30ക്ക് ഫുഡ് കൊടുക്കും. അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് 10:30 ആകുമ്പോൾ കുളിപ്പിക്കും. അല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറുക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവൾ മേത്തൊക്കെ വെച്ച് തേച്ച് രണ്ടാമത് ഞാൻ അവളെ കുളിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ എന്താ, നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ്. കാണാത്തവരുണ്ടോ? അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ചെക്ക് ചെയ്താൽ മതി. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഡീടോക്സ് ഡ്രിങ്കും അതുപോലെ തന്നെ
വർക്കൗട്ട്സൊക്കെ ചെയ്യുകയാണെങ്കിൽ, ബെല്ലി ഫാറ്റ് ബേണിംഗ് വർക്കൗട്ട്സൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. ഉറപ്പാണ്, ഷുവറാണ്. നിങ്ങളൊരു 2 മാസമെങ്കിലും മടി കൂടാതെ അത് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് വന്നിട്ട് പഴം പുഴുങ്ങിയതാണ്. പഴം പുഴുങ്ങിയതല്ല, പഴംപൊരിയാണ് കേട്ടോ. അമ്മ കാലത്തെ ഉണ്ടാക്കിയതാണ്. ഇതല്ല, പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി പഴംപൊരി കഴിക്കാമെന്ന്. അപ്പോൾ കാപ്പിയും 2 പഴംപൊരി എടുത്തിട്ടുണ്ട്. വേറെ ഒന്നൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ. പിന്നെ എന്താ, കുറേ എനിക്ക് വരുന്നൊരു കാര്യമാണ് ഹെയർ ലോസിനെ പറ്റിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതിപ്പോൾ എക്സ്പെൻസീവാണ്. അത് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹെയർ കെയർ പാക്കിൻ്റെയും അതുപോലെ തന്നെ നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ. അത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ സ്കാൾപ്പ് നല്ല ക്ലീൻ ആകും, ഡാൻഡ്രഫ് പോകും, മുടിയുടെ വേരൊക്കെ നല്ല കട്ടി വയ്ക്കും കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്തരം വാങ്ങി ഉപയോഗിക്കാവുന്ന പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വാങ്ങാൻ പറ്റാത്തവർ, അത്രയും കാശൊന്നും ചിലവാക്കി വാങ്ങാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന റെമഡീസ് ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, നല്ല ക്ലീൻ ആകും. നിങ്ങളുടെ സ്കാൾപ്പ് ക്ലീനായാൽ തന്നെ മുടി നല്ല രീതിയിൽ വളരും അല്ലേ. അപ്പോൾ അമ്മ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടോട്ടോ, കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പുട്ട് ഞാൻ ഏതായാലും കഴിക്കുന്നില്ല. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളാണ്. അമ്മ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം, അതുപോലെ മീൻ വറക്കാട്ടോ. മീൻ വന്നിട്ട് ആവോലിമുള്ളനാണ്. ഈ ഒരു മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ മുളക് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വറുത്തെടുക്കുന്നുണ്ട്. തവിടെണ്ണയിലാണ് വറുക്കുന്നത് കേട്ടോ. തവിടെണ്ണയിൽ വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിന്ന് നേരത്തെ തന്നെ അതിൻ്റെ തലക്കെട്ടൊക്കെ അഴിച്ച് വെച്ചു. അല്ലെങ്കിൽ ഞാൻ മിക്ക ദിവസവും മറക്കുന്നേ, കാലത്ത് തന്നെ കുളിച്ച് അങ്ങനെ കെട്ടിവെക്കും. എന്നിട്ട് പിന്നെ ഒരു ചോറുണ്ടെന്ന നേരത്തൊക്കെ ആവും അത് അഴിച്ച് മാറ്റി വെക്കാറ്. അങ്ങനെ ചെയ്താൽ തന്നെ ഡാൻഡ്രഫും കൂടും, അതുപോലെ തന്നെ ഹെയർ ലോസ് ഉണ്ടാകും കേട്ടോ. കാരണം ഹെയർ ലോസ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈഗ്രെയിനും ഈ സൈനസൈറ്റിസൊക്കെ ഉള്ളവർക്ക് അതുപോലെ കുറേ നേരം കെട്ടിവെക്കുകയാണെങ്കിൽ നീരിറങ്ങി നമുക്ക് എന്താ പറയുക, തലയുടെ ഓരോ ഭാഗം നല്ല വേദനയും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് നേരത്തെ തന്നെ ഞാനിന്ന് അഴിച്ച് വെച്ചു, മുടി ഉണങ്ങട്ടെ, അല്ലെങ്കിൽ മുടി ഉണങ്ങിയില്ല. ഒരുവിധം നല്ല രീതിയിൽ വെള്ളം പെടുത്തുണ്ട്, ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാണ് സാമ്പാറിലേക്കുള്ളത്. ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സാമ്പാർ പൊടി ഉണ്ടല്ലോ, അത് ഈസ്റ്റേൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം, സാമ്പാറിൻ്റെ ആ മണം പോകും. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. സാമ്പാർ പൊടി സാമ്പാറിൽ ചേർത്തതിന് ശേഷം കഷ്ണങ്ങളൊക്കെ ചേർത്ത് പരിപ്പൊക്കെ ചേർത്ത് കുറേ നേരിട്ട് തിളപ്പിക്കരുതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായി. അമ്മയാണ് പറഞ്ഞത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലും ഗുണമൊക്കെ പോകുന്നു. അപ്പോൾ ഞാൻ തിളപ്പിക്കാറില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. മീനും വറുത്ത് കഴിഞ്ഞു കേട്ടോ. ആവോലി മുള്ളനും പിന്നെ ഒരു ചെറിയ കുഞ്ഞി അയിലയും വറുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ മാറ്റി വെക്കുകയാണ്, കാരണം എനിക്ക് കുക്കർ ആവശ്യമുണ്ട്. ആമിക്ക് ഉച്ചക്കലത്തേക്ക് നമ്മൾ ചോറാണ് കൊടുക്കുന്നത്. കാലത്ത് ഞാൻ കൊടുത്തത് കണ്ണങ്കായ കുറുക്കിയിട്ടായിരുന്നു. കണ്ണങ്കായ അല്ല, പുല്ല് കുറുക്കിയിട്ടാണ് കാലത്ത് കൊടുത്തത്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ചോറാണ്. അപ്പോൾ ചോറ് വന്നിട്ട് വേവ് കുറവാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേവിലാണ് പാകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിക്ക് കുറച്ചും കൂടി വേവ് വേണമല്ലോ. അപ്പോൾ ഒരു കൈപ്പത്തി ചോറാണ് ഞാൻ എടുക്കാറ്. അത് കുക്കർ നല്ലപോലെ കഴുകി എടുത്തിട്ട് അതിലേക്ക് ഒരു കൈപ്പത്തി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ വെക്കാൻ നേരത്ത് പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയിട്ടോ. അതും പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊടിക്ക് ഉപ്പും ഒരൽപ്പം മഞ്ഞളും ചേർത്തിട്ട് നമ്മൾ 2 വിസിൽ വരുന്നവരെ റൈസും പരിപ്പും കൂടിയിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കും. നിങ്ങൾക്ക് പരിപ്പിന് പകരം ചെറുപയർ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണിപ്പോൾ ഹാമിക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. ഒരുവിധം നല്ല പോലെ വെന്ത ചോറ് വേണം കൊടുക്കാനായിട്ട്. വേവ് കുറഞ്ഞ ചോറ് കൊടുത്താൽ പെട്ടെന്ന് ദഹിക്കില്ല കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മിക്സിയുടെ ജാറൊക്കെ നല്ല രീതിയിൽ കഴുകിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കുകയാണ്. ആ വെള്ളം ഇതൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി കിട്ടണം. കാരണം നമ്മൾ കണ്ണങ്കായ അരിഞ്ഞ് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പൊടിച്ചെടുക്കണം. ഈ ബക്കറ്റുകളിലൊക്കെ മൊയിനിയാണ് കേട്ടോ, നമ്മൾ ഗപ്പികൾക്ക് കൊടുക്കാനുള്ള ഫുഡാണ്. അപ്പോൾ ഇത് കണ്ടോ, മീൻ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാന്തളാണ്, നല്ല വില കുറവിന് കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങി ഉണക്കിയതാണ് കേട്ടോ. ഇത് വന്നിട്ട് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഉണ്ണികൾക്ക് കൊടുക്കുന്നതാട്ടോ. വാശിയിലാണ് ഞാനിവിടെ ഉറക്കാനായിട്ട് നോക്കുക. നോക്കിയാ നീ
ആമി ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ചോറുണ്ണാനായിട്ട്. ചോറ് കൊടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ, അപ്പം അത് കൊടുക്കണം. പരിപ്പും ചോറും കൊടുക്കണം. ഇവൾക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഉറക്കം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് കരുതി. ഉറക്കൊക്കെ പോയാ? ക്യാമറ കണ്ടപ്പോൾ ഉറക്കം പോയാ? ആ അഴക്ക് പറയണോ അവര്? അപ്പൊ ശരി. അപ്പോൾ ആമിക്കുട്ടീനെ ഉറക്കി. ആമിക്കുട്ടിക്ക് നല്ല വാശിയായിരുന്നു, നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാലത്ത് ഉറങ്ങിയിട്ടുണ്ടായില്ലേ, അപ്പോൾ അവൾ ഉറങ്ങി കേട്ടോ. ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഉറങ്ങി എണീറ്റിട്ട് ഉച്ചക്കലത്തെ ഫുഡ് കൊടുക്കാമെന്ന്. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ അവൾ എന്തായാലും എണീക്കും, അല്ലെങ്കിൽ ഞാൻ 2 മണിയാകുമ്പോൾ എണീപ്പിച്ച് ചോറ് കൊടുക്കും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ടി വിയും കാണുന്നുണ്ട് കേട്ടോ. ചോറുണ്ണാനായിട്ട് ആമിക്ക് എന്താ ഇഷ്ടം എന്നറിയോ? ഭയങ്കര ഇഷ്ടമാണ്. മറ്റ് കുറുക്കും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല. ചോറുണ്ണാൻ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. ടാറ്റ കൊടുത്താമി, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്കൂടാ, ടാറ്റാ കൊടുത്തേ, ടാറ്റാ ടാറ്റാ കൊടുക്ക്, ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ആ കുട്ടിക്ക് ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തെന്റെ പൊന്ന്, ടാറ്റ കൊടുക്കടാ, കൊടുക്ക്. ആ കൊടുക്ക്, ടാറ്റാ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ, ടാറ്റ പറയ്, നമുക്ക് ടാറ്റ പോവാന്ന് പറയും. ടാറ്റ കൊടുക്ക് പൊന്നോ, പൊന്നു പൊന്നു. ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആമിക്കുട്ടിക്ക് ചോറ് കൊടുത്തു കേട്ടോ. ഞാനത് കാണിക്കാത്ത നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ ഇനി എഡിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഇന്നത്തേക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തമ്നെയിലും കാര്യങ്ങളും ബാക്കിയുള്ള എഡിറ്റിങ്ങും ചെയ്യാനുണ്ട്. അപ്പോൾ അത് വേഗം ഒന്ന് ചെയ്യട്ടെ. പിന്നെ ഇത് കണ്ടോ, ഞാൻ മാമകത്തിൽ നിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. സ്പോൺസേർഡ് അല്ല, ഞാൻ പിന്നെ എടുത്ത് പറയാണ്. സ്പോൺസേർഡ് ആണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് എനിക്കൊരു മടിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് PR വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് PR റൈറ്റ്സ് തരുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും PR ആണ് അല്ലെങ്കിൽ കൊളാബറേഷൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ സ്പോൺസേർഡ് ആണെന്ന് പറയും. ഇതിപ്പോൾ എനിക്ക് മാമകത്ത് അയച്ചു തന്നിട്ടുള്ള ഐറ്റംസ് അല്ല, ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്പോൺസേർഡ് അല്ല. പിന്നെ വാവിൻ്റെ എനിക്ക് വാവ് എന്ന് പറയുന്ന എന്താ പറയുക ബ്രാൻഡുകാർ എനിക്ക് അയച്ചു തന്നിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, അത് അവരയച്ചു തന്നിട്ടുള്ളതല്ല. അതുകൊണ്ട് അവരുടെ സ്പോൺസേർഡ് വീഡിയോ ആണെന്നൊന്നും കരുതരുത്. ഞാൻ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ്, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അത്രയൊക്കെ പ്രൈസ് വരുന്ന പ്രൊഡക്ട്സ് എന്ത് തന്നെയായാലും ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് മാറി മാറി പ്രൊഡക്ട്സ് ഫേസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറേ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആണെങ്കിൽ വലിയ പ്രശ്നം നിങ്ങളുടെ ഫേസിന് ഉണ്ടാകില്ല. കുറഞ്ഞത് ഒരു 2 വീക്സ് എങ്കിലും ഒരു പ്രൊഡക്റ്റ് മിനിമം ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. പെട്ടെന്ന് ഇന്ന് ഒരെണ്ണം യൂസ് ചെയ്തു, നാളെ ഒരെണ്ണം യൂസ് ചെയ്തു, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട് സ്കിന്നിന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഫൈസ പോലെയുള്ള സ്വർണ്ണ ഫൈസ അങ്ങനെയുള്ള കുറച്ച് ക്രീമുകൾ ഒക്കെ പെട്ടെന്ന് മാറി യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് അല്ല. സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മാമോഹത്തിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പം മാമകത്തിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്. മാമകത്തിൽ വാളറ്റിൽ എനിക്ക് ക്യാഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 700 രൂപയോളം വാളറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. പിന്നെ നമ്മുടെ വാളറ്റിലുള്ള പൈസ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൻ്റെ എത്ര ഒരു പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വാളറ്റിൽ ആ പൈസ വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞതൊരു 800 രൂപയുടെ ഐറ്റംസ് ഉണ്ട്. ഞാൻ എൻ്റെ വാളറ്റിലെ പ്രൈസ് വെച്ചിട്ട് അല്ലാതെ അതും കൂടി ആഡ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്തപ്പോൾ വന്നൊരു പ്രൈസ് വന്നിട്ട് 314 അങ്ങോട്ടാണ് കേട്ടോ. 314 രൂപ എനിക്ക് അടയ്ക്കേണ്ടി വന്നുള്ളൂ ഇത്രയും പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ട്. പിന്നെ ക്യാഷ് കര വഴിയാണ് പർച്ചേസ് ചെയ്തത്. അടുക്ക കൂടെ പൊളിക്കണം.
പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ എല്ലാ പ്രൊഡക്ട്സും ഒരുമിച്ച് കിട്ടുമെന്ന്. വെബ്സൈറ്റ് കയറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എല്ലാ പ്രൊഡക്ട്സും ഒരുമിച്ച് കിട്ടും. അതുപോലെ ബോവിൻ്റെ വെബ്സൈറ്റിലാണെങ്കിലും മമത്തിൻ്റെ ആണെങ്കിലും പ്ലമ്മിൻ്റെ ആണെങ്കിലും ഏത് സ്കിൻ കെയർ ബ്രാൻഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും. ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് സെല്ലേഴ്സ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പല ദിവസങ്ങളിലായിട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇതിൽ 2 എണ്ണം ഫ്രീ പ്രൊഡക്ട്സ് ആണ്. എന്തോ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് വന്നിട്ട് കണ്ടോ, മാമത്തിൻ്റെ ഓണിയൻ ഹെയർ ഓയിലാണ്. ഞാൻ പറഞ്ഞില്ല ഞാൻ വലുത് എന്തായാലും വാങ്ങുന്നു. അപ്പോൾ ഞാൻ വലുതാ വാളറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രൈസിന്, അപ്പം മാമത്തിൻ്റെ വാളറ്റിൽ എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കിന് ഞാൻ വാങ്ങിയതാണ് ഓണിയൻ ഹെയർ ഓയിൽ. എനിക്കിത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇത് അത്രയ്ക്ക് യൂസ്ഫുൾ അല്ല, ഹെയർ വല്ലാണ്ട് തിന്നാകുന്നുണ്ട്. സോഫ്റ്റ് ആകും കേട്ടോ, സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകും. അതാണ് തിന്നായിട്ട് തോന്നുന്നത്. പിന്നെന്താ, ചിലർക്ക് കാര്യമില്ല ഡാൻഡ്രഫ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങി നോക്കുമ്പോൾ ചെറിയൊരു ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. യൂസ്ഫുൾ ആകുന്നെങ്കിൽ മാത്രം പിന്നെ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വലിയ ബോട്ടിലാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ ക്യാപ്പ്, ഈ ഒരു സംഭവം നമുക്ക് കോമ്പ് നമുക്ക് കിട്ടും അപ്ലൈ ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു ക്യാപ്പോട് കൂടിയതാണ്. അപ്പോൾ ഞാൻ ചെറുതെടുക്കാൻ പോയതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ചെറുത് വന്നിട്ട് ഇതാണ് വലുത്. കണ്ടോ, കണ്ടില്ലേ? അപ്പൊ ഈ ചെറുതിലുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല, തീരാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വലുത് ഓർഡർ ചെയ്തതാണ്. കണ്ടോ, വലുതൊന്ന് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമിക്ക് മാമത്തിൻ്റെ മോയിസ്ചറൈസിങ് ഡെയിലി ലോഷനാണ്. ഇത് എൻ്റെ ഓൾറെഡി ഒരെണ്ണുണ്ട്, ഞാൻ നേരത്തെ വാങ്ങിയിട്ടുള്ളതുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ പുതിയത്. അപ്പോൾ കുറേ പേരായി എന്നോട് പറയുന്നു മാമത്തിൻ്റെ ബേബി ലോഷൻ വന്നിട്ട് ഭയങ്കര കട്ടി കൂടുതലാണ്, പതയുന്നുണ്ട് എന്നൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ പതയണമൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ച് ടൈം കൊടുത്ത് നല്ല രീതിയിൽ ബോഡിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ആമിക്ക് ഞാൻ അങ്ങനെ ചെയ്യാം. അവളുടെ ഡ്രൈ സ്കിന്നാണ്, ഞങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിന്നാണ്. കാലൊക്കെ ഭയങ്കര ഡ്രൈ പാച്ചസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ബേബി ലോഷൻ യൂസ് ചെയ്തപ്പോഴാണ് നല്ലപോലെ അത് കുറഞ്ഞ് വന്നു തുടങ്ങിയത്. സെബാമയുടെ ആണെങ്കിലും ഹിമാലയൊക്കെ ആണെങ്കിലും ഭയങ്കര തിന്നല്ലേ, കട്ടി കുറവല്ലേ ലോഷന്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ പർച്ചേസ് ചെയ്തത് കേട്ടോ. അത് തീർന്നിട്ടില്ല, തീരാറായിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടുമാണ് ഞാൻ ആകെ കൂടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ 2 പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വന്നിട്ട് മാമത്തിൻ്റെ അപ്റ്റാൻ ഫേസ് മാസ്ക് ആണ്. കാണുന്നില്ലേ? കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇത് അപ്റ്റാൻ ഫേസ് മാസ്ക് ആണ്. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒണിയൻ ഹെയർ മാസ്ക് ആണ്. ഉള്ളിയുടെ ഹെയർ മാസ്ക് ഉണ്ടല്ലോ, അതാണ്. കണ്ടോ, ഒണിയൻ ഹെയർ മാസ്ക്. ഇത്രയുമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനുള്ളതാണ് കേട്ടോ, അപ്റ്റാൻ ഫേസ് മാസ്ക്. പിന്നെ ഇത് വന്നിട്ട് ഹെയർ ഫോൾ കൺട്രോളിനുള്ളതാണ്. ചെറിയ ബോട്ടിലുകളാണ്. അതായത് ഈ പ്രൊഡക്ട്സ് വന്നിട്ട് 25 ഗ്രാമിൻ്റെ ചെറിയ ട്യൂബാണ് കേട്ടോ. അപ്പം എന്ത് നമ്മൾ 2 എണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും 2 എണ്ണാന്ന് തോന്നുന്നുണ്ട്. 2 പ്രൊഡക്ട്സ് മാമത്തിന്ന് പർച്ചേസ് ചെയ്യാൻ 500 രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 2 പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ 800 രൂപയ്ക്കാണ്, ഇതിന് രണ്ടിനും കൂടിയിട്ട് 800 രൂപയായി. 800 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ 2 എണ്ണം ഈ പ്രൊഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടി. അതുകൂടാതെ വാളറ്റിൽ ക്യാഷ് ബാക്ക് കൂടി യൂസ് ചെയ്തിട്ട് എനിക്ക് 314 രൂപയായുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ കണ്ടോ, പാവ ആമിക്കുട്ടി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞാൻ ഉടുപ്പൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. ഉച്ചമയക്കത്തിലാണ്, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്കിനി ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഞാൻ നേരത്തെ കാണിച്ചില്ല, നമുക്ക് ഫ്രീ കിട്ടിയ മാമത്തിൻ്റെ അപ്റ്റാൻ ഫേസ് മാസ്ക് തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ഫേസ് പാക്ക് ആദ്യം അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ മാമത്തിൻ്റെ തന്നെ അപ്റ്റാൻ ഫേസ് വാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഫേസ് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകണമല്ലോ. പിന്നെ നമ്മൾ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് കറക്റ്ററും മറ്റ് മോയ്സ്ചറൈസിങ് ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം.
കണ്ടോ? ഞാൻ അപ്ലൈ ചെയ്യാൻ ഒരു തിൻ ലെയർ മതി എന്നാ പറയണ. ശരിക്കും വന്നിട്ടുണ്ടല്ലോ ഒരു മഞ്ഞളിൻ്റെ ഒക്കെ ഒരു മഞ്ഞള്, ചന്ദനം, അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് വന്നിട്ട് എന്താ, സാഫ്രോൺ, ടർമറിക്, ആപ്രിക്കോട്ട് ഓയിലൊക്കെയാണ്. ഞാൻ ഈ ഒരു അപ് ആൻഡ് ഫേസ് മാസ്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും സ്യൂട്ട് ആകുന്നത് ഓയിലി സ്കിൻകാർക്കാണ്. കാരണം ഡ്രൈ സ്കിന്നെ കൂടുതൽ ഇത് ട്രൈ ആക്കുകയാണ് ചെയ്യുക. നമുക്ക് ഡ്രൈ സ്കിൻകാർക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓയിലി സ്കിൻകാർക്ക് അതിൽ കൂടുതൽ തവണയൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞതാണ് കേട്ടോ. ഈ ഒരു പാക്കിന് ചെറിയൊരു പുകച്ചിലുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതൊരു 15 മിനിറ്റ് ഫേസിൽ വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുറത്തേക്ക് എത്തി. ഇതൊരു 15 മിനിറ്റ് ഫേസിൽ വെക്കണം കേട്ടോ. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഹായ്, ഇത് കണ്ടോ? ഇത് നമ്മുടെ നിശാഗന്ധിയാണ്. നിശാഗന്ധി ഇത് മൊട്ടാണോ അമ്മേ? കണ്ടോ, 2 മുട്ടാണ് കേട്ടോ. മഹാവിഷ്ണുവിനെ കാണുന്ന പോലെ എന്ന് പറയണതല്ലോ, ഉള്ളില് വിരിയുമ്പോഴ്. ഇതിൻ്റെ ഈ ഇലയമെന്ന് കണ്ടോ, 2 മുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ ലൈറ്റ് കുറവാണ്, ഇങ്ങോട്ടാ ലൈറ്റ് അടിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഇരുട്ട് മതിയുണ്ട്. ഞാനിത് വാഷ് ചെയ്യാണ്. അവരത് എഴുതിക്കുന്നത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യണം എന്നാണ്. എനിക്കെന്തോ ഇത് ഫേസിലിട്ടൊക്കെ ഉണ്ടല്ലോ, പേസ്റ്റ് ഒക്കെ നമ്മള് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ പൊള്ളലുണ്ടാവില്ലേ, ആ ഒരു പൊള്ളലുണ്ടായിരുന്നു. ഫേസിലെ ഡൾനെസ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഫേസ് പാക്ക് വന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ബ്രൈറ്റ്നെസ് ഉണ്ട് അല്ലേ, കുഴപ്പമില്ല. നല്ല ബ്രൈറ്റ്നെസ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് ഫേസ് കുറച്ച് ഓയിലി ആയിരുന്നു. നമ്മളെ മറ്റ് മസാജ് ലോഷനൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഡൾനെസ് ഉണ്ടായിരുന്നു ഫേസിൽ, അത് പോയിട്ടുണ്ട്, ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫേസ് പാക്കാണ്. ആകെ ഒരു പ്രശ്നം പറയുന്നത് ഇടുമ്പോൾ ഒരു ചെറിയ പൊള്ളല് മാതിരി നമുക്ക് ഫീൽ ചെയ്യും. എന്തോ ഒരു ചൂടെടുക്കുന്ന മാതിരി ചെറിയൊരു പൊള്ളല് മാതിരി നമുക്ക് തോന്നും. ഒരു ടിംഗ്ലിംഗ് ഇഫക്റ്റ് തോന്നും കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യട്ടെ. ലിപ്പ് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. അപ്പം ജസ്റ്റ് ഒന്ന് ലിപ്പ് സ്ക്രബ് ചെയ്യാണ്. ഇത് വന്നിട്ട് ദരാലിസിൻ്റെ ലിപ് കെയർ സ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇതിങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നല്ലത് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ കുറച്ച് എടുത്തിട്ട് ലിപ്സിലും ഒരിക്കലും ഇത് തന്നെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാം, ലിപ് സ്ക്രബുകൾ യൂസ് ചെയ്യാം, ഒരുപാട് നല്ലതുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ലിപ് സ്ക്രബ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, അത്ര നല്ല ലിപ് സ്ക്രബൊന്നും അല്ല. കുഴപ്പമില്ല, ഞാൻ കുറേ നാച്ചുറൽ ലിപ് സ്ക്രബുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് എഫക്റ്റീവ് ഒന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ലിപ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ലിപ് സ്ക്രബും കുറച്ച് ഡെഡ് സെൽസ് ഉണ്ടായിരുന്നേ, അപ്പം അത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലിപ് ലൈറ്റനിങ് ബാം.
അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് സ്പാച്ചുല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വാവുൻ്റെ ഫേസ് മാസ്ക് വാങ്ങിയില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ഉള്ളതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫേസ് ബ്രഷ് ഉണ്ട്, പക്ഷെ ഞാനതൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയുന്നത് നമ്മുടെ കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. കൈ വെച്ച് ഫേസിൽ ഒരു മസാജിങ്ങോട് കൂടിയൊക്കെ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്പാച്ചുല യൂസ് ചെയ്തത്. ഹോം മെയ്ഡ് ഫേസ് പാക്കുകളൊക്കെ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല സ്പാച്ചുല വേണം, ഫേസ് ബ്രഷ് വേണം. അല്ലെങ്കിൽ പിന്നെ മാമ അപ്റ്റൻ ഫേസ് മാസ്ക് തന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനും ഞാൻ പറയുന്നില്ല. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേസ് പാക്കിന് ഇതേ ഇഫക്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്കുള്ള വെള്ളം വെച്ചു. ആമിക്കുട്ടി ഡ്രസ്സറിടാത്ത പെണ്ണ് പത്തനമഞ്ഞോ ആമി പത്തനമഞ്ഞോ ടാറ്റ കൊടുത്ത് ടാറ്റ കൊടുത്ത് ടാറ്റ 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 പറഞ്ഞാമി ടാറ്റ പോവാന്ന് പറയും. അതെ നച്ച വിളിക്കണ്, നച്ച വിളിച്ചാണ്. ആമി ആമി നച്ചത്തെ വിളിക്കണ്, നച്ചത്തെ വിളിക്കണ്, നച്ചത്തെ വിളിച്ചണ ആമീനെ. നോക്കി 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 ടാറ്റ തരൂട്ടാ ആമി, ടാറ്റ കൊടുത്ത അങ്ങനെ ആമിക്കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി അവൾക്കുള്ള പഴം പുഴുങ്ങാണ് കേട്ടോ. ഇതുപോലെ ഒരു ചെറിയ മീഡിയം സൈസ് നേന്ത്രപ്പഴം പുഴുങ്ങും. എന്നിട്ട് ഇപ്പോൾ നൈറ്റ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ നൈറ്റ് ഞങ്ങൾ നേന്ത്രപ്പഴം കൊടുക്കാനായിട്ട് നോക്കരുത്, കുഞ്ഞുങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ആപ്പിൾ തീർന്നിരിക്കുകയാണ്. പിന്നെ റൈസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്തു. കാലത്ത് പുല്ല് കൊടുത്തു. പിന്നെ വേറെ പൗഡറുകളില്ല കേട്ടോ. നമ്മുടെ സൂചി ഗോതമ്പ് പൊടിച്ചു വെച്ചത് കഴിഞ്ഞു. കായ ദേ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പാത്രം നിറച്ച് കായ ഉണക്കിയതുണ്ട്. അപ്പോൾ അത് ഞാൻ പൊടിക്കാൻ പോവാണ്. സൂചി ഗോതമ്പ് ഒന്നും കൂടി ഉണങ്ങാനുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഉമ്മി കളഞ്ഞിട്ട് അതും തവിടോട് കൂടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇന്ന് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നേന്ത്രപ്പഴം ഞാൻ അവൾക്ക് രാത്രി കൊടുക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞാൻ കാലത്തോ ഉച്ചയ്ക്കോ ആണ് നേന്ത്രപ്പഴം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് നൈറ്റ് കുറുക്ക് കൊടുക്കുന്ന ഒരു സമയം വന്നിട്ട് 7:30-ക്കുള്ളിലാണ്, കൂടിപ്പോയി 8 മണി അതിനുള്ളിൽ കൊടുക്കും കേട്ടോ. പിന്നെ അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവൾക്ക് വിശപ്പ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോറുണ്ണുന്ന നേരത്ത് ഞാൻ ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് ചോറുണ്ണാൻ നൈറ്റ്. അപ്പോൾ കുറച്ച് ചോറ് അവൾക്ക് ഉടച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കായ മുഴുവനായിട്ടും കണ്ണൻകായ പൊടിച്ച് എടുത്ത് കഴിഞ്ഞു കേട്ടോ. കണ്ണൻകായേനെ കുന്നൻകായ എന്നൊക്കെ പല ഭാഗത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഒരു ചെറിയൊരു പഴമാണത്. പിന്നെ അതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. നൈറ്റ് സ്കിൻ കെയർ ചെയ്യാണ്. അലോവേര ജെല്ല് കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ വന്നിട്ട് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കറക്റ്റർ, ലിപ്സിൽ വന്നിട്ട് ട്രൈക്കോണിൻ്റെ ലിപ് ബാം, സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്ക് പഴം ഉടച്ചത് കൊടുക്കുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് കേട്ടോ. 7:30 8 മണി ആവാറായിട്ടുണ്ട്. 7:45 സമയം. ഞാനിതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ടൈം പറയാൻ പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ ഉണ്ണിക്ക് ഇപ്പോൾ ഒരു 4 നേരമൊക്കെ ഫുഡ് കൊടുക്കും. മെയിനായിട്ടും 3 നേരം കൊടുക്കും. കാലത്ത് കൊടുക്കും, ഒരു 9:30 കൊടുക്കും, ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക്, വൈകിട്ട് ഒരു 7:30-ക്കുള്ളിൽ, ചില ദിവസങ്ങളിൽ 8 മണി ആകാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടും അവൾക്ക് വിശക്കാറുണ്ട്. അപ്പോൾ മിക്കപ്പോഴും വളരെ കുറച്ച് കുറുക്ക് ഞാൻ ഇടനേരങ്ങളിൽ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 4 മണി നേരത്തോ അല്ലെങ്കിൽ ഒരു 9 നേരത്തൊക്കെ കൊടുക്കും കേട്ടോ. എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ ഫുഡിനും കാര്യങ്ങളും കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് കുറുക്ക് കൊടുത്തു കഴിഞ്ഞു. അവിടെ ഉറങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. നമുക്കിത് പ്രത്യേകിച്ച് വേറെ സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ ഡാർക്ക് സ്പോട്ട്സ് കറക്റ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് റീ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്കിൻ ലൈറ്റനിങ് ഓയിൽ അപ്ലൈ ചെയ്യണം. കുറച്ച് ലിപ് ബാം ഇട്ടേക്കാം. ഇത് ഞാൻ ഒരു ദിവസത്തിൽ 3-4 തവണയൊക്കെ ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ട്രൈക്കോണിൻ്റെ ലിപ് ബാം. പിന്നെ ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു വാൾപേപ്പർ ഉണ്ടല്ലോ, അത് ചിലർക്കൊന്നും, ഞാൻ ഇവിടെ മിററുണ്ട്, അതാണ് ഇങ്ങോട്ട് നോക്കുന്നത്. മിററിൽ നോക്കിയിട്ട് ഇടാണ്. നമ്മുടെ ഈ ഒരു വാൾപേപ്പർ വന്നിട്ട് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡാർക്ക് ആയിപ്പോയി, ലൈറ്റ് തീം മതിയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് ലൈറ്റ് കളറുള്ള വാൾപേപ്പർ സെലക്ട് ചെയ്താൽ മതിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആകുമ്പോഴേ ഞാൻ ഡാർക്ക് ചൂസ് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ഇത് പ്ലെയിൻ ഷീറ്റ് വാങ്ങിയാലൊന്നും, പിന്നെ പുളിയും വെള്ളിയുള്ള തന്നെ സെലക്ട് ചെയ്യാമെന്ന് കരുതി.
അപ്പോൾ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ഓയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഡാർക്ക് ഗ്രീൻ വാങ്ങാന്ന് കരുതി, പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. സംഭവം ഞാൻ ആദ്യം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നല്ല ഭംഗിയുള്ള വാൾപേപ്പറുകളുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ആമസോണിലും നല്ല ഭംഗിയുള്ള വാൾപേപ്പറുകൾ വില കുറവിൽ ഫ്ലിപ്കാർട്ടിലുണ്ട്. പിന്നെ ഈ സെയിം വോൾ സ്റ്റിക്കറൊക്കെ ഫ്ലിപ്കാർട്ടിലുണ്ട്, വോൾ റാക്ക് ഉണ്ട്, എല്ലാം സെയിം ഫ്ലിപ്കാർട്ടിലുണ്ട് കേട്ടോ, അതും വില കുറവിന്. അപ്പം ഞാനെല്ലാം ക്യാഷ് കർവ് വഴിയാണ് വാങ്ങാറുള്ളത്. ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമാണ്. 3 തവണ ട്രൈ ചെയ്തു. ഞാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. 3 തവണയും നടന്നില്ല. അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറി ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ചില സമയത്ത് അത് അവൈലബിൾ ആണെന്ന് കാണിക്കും, ചില സമയത്ത് അൺഅവൈലബിൾ ആണെന്ന് കാണിക്കുന്നു ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ അതും പറ്റിയില്ല. അങ്ങനെ കുറേ അവർ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെയും ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് അത് ക്യാൻസൽ ചെയ്തിട്ട് ആമസോണിൽ കയറിയിട്ട് സെയിം ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടോ നോക്കി. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോണിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷെ വില കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. ഒരു പൊടിക്ക് വില കൂടുതലായിരുന്നു. വോൾ റാക്കിനൊക്കെ അങ്ങനെ ഗോൾഡ് പേപ്പറിനാണെങ്കിലും കുറച്ച് പ്രൈസി ആയിരുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിൽ അത്ര ഭംഗിയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യാതെ ഒന്ന് ഫ്ലിപ്കാർട്ട് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ഫ്ലിപ്കാർട്ടിൽ നല്ല ഭംഗിയുള്ളത് വില കുറവിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ആമസോൺ വഴി ഓർഡർ ചെയ്തത്. അങ്ങനെ കുറേ ശ്രമിച്ചിട്ടും ഫ്ലിപ്കാർട്ട് വഴി എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ഒരു ഡാർക്ക് തീം ഉള്ളത് തന്നെ സെലക്ട് ചെയ്തതാണ്. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ചൊന്ന് ക്വാളിറ്റി കിട്ടാനും ലൈറ്റ് ആകുമ്പോഴേ ഒരു എന്താ പറയുക, ഒരു എടുപ്പ് ഉണ്ടാവില്ല വീഡിയോയ്ക്ക്. നമ്മൾ ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡാർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാക്കുന്നത് കരുതിയിട്ടാണ്. ശരിയാണ്, റൂമിൽ വെളിച്ചം കുറവായിരിക്കും ഡാർക്കായിട്ടുള്ള വാൾപേപ്പർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ. എങ്കിലും കുഴപ്പമില്ല, ഡെഡിക്കേറ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി ഞങ്ങൾ കിടക്കാനായിട്ട് പോവാന്ന് പറഞ്ഞാൽ ആമിക്കുട്ടീനെ ഉറക്കാനായിട്ട് പോവാണ്. ഞാൻ കൂടെ കിടന്നാലേ അവളെ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എണീറ്റ് എൻ്റെ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യലും ഹസ്ബൻഡിനെ വിളിക്കലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇന്ന് ഹസ്ബൻഡ് പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്, പർച്ചേസിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വിളിച്ചിട്ടുണ്ടായി. ആമിക്കുട്ടീനെ കാണാൻ കുറച്ച് നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു, പോണേന് മുന്നേ. പിന്നെ വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ വീഡിയോയിൽ നോക്കി സംസാരിക്കാണ്ട് അവൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. അവൾക്ക് വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കണം, എന്നെ പോലെ ഇങ്ങനെ ചിരിക്കണം. കണ്ട. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവൾക്ക് ദേഷ്യം വരും കേട്ടോ. അവളെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി ആമിക്കുട്ടിക്ക് സംസാരിച്ചു. അവർക്ക് ഇഷ്ടമാണ് ആമിക്കുട്ടി സംസാരിച്ചത്. വർത്താനം പറഞ്ഞോ. കണ്ണാടിക്ക് നോക്ക്, ഞാൻ പറഞ്ഞില്ല ഇവിടെ മിറർ ഉണ്ടെന്ന്. അപ്പൊ അതിലവളെ കാണുന്നുണ്ടേ. അപ്പൊ സ്വയം നോക്കി കൊറേ വർത്താനം പറയാറുണ്ട് ആള്. അതീതൊരു സുന്ദരി. ഹായ് ആമിക്കുട്ടി ഡാൻസ് കളിച്ചേ. ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തേ. ടിങ് 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 ഇത് ആമിക്കുട്ടിയുടെ ചെറുതിലായിട്ടിരുന്ന് ഉടുപ്പാണ് കേട്ടോ. കണ്ടോ, വളരെ ചെറുതായി ഇപ്പൊ. കണ്ടോ, ഈ വയറിന്റെ ഇവിടം വരെ ഉള്ളൂ. പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് ആമിക്ക് നൈറ്റ് ഡൈപ്പർ ആണോ യൂസ് ചെയ്യാറുള്ളത്. നൈറ്റ് ഫുള്ളായിട്ട് ഡൈപ്പറാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. മോർണിംഗ് ചില ദിവസങ്ങളിൽ ട്രൗസേഴ്സ് യൂസ് ചെയ്യും. എനിക്ക് തീരെ പറ്റാത്ത ദിവസങ്ങളിൽ ഡൈപ്പർ തന്നെ യൂസ് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ആമിക്ക് 2 മാസത്തിന് ശേഷമാണ് ഡൈപ്പറിങ് സ്റ്റാർട്ട് ചെയ്തത്. നൈറ്റ് മാത്രം കേട്ടോ ഡൈപ്പർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അത് വേറെ തുണിയായിരുന്നു. ചാച്ചു കൊടുക്ക്. ചാച്ചാ ചാച്ചു തന്നു കേട്ടോ. ചാച്ചു കൊടുത്തേ. ഓർങ്ങ നമുക്ക് ചാച്ചു കൊടുക്ക്. ചാച്ചു കൊടുക്ക്. ചാച്ചു തന്നു. ഞാൻ ആമിക്കുട്ടിക്ക് ദേഷ്യം വരും കേട്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കാം.